SSLC +2 ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോദ്യങ്ങൾ പുറത്തുവിട്ട യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് അവസാന വീഡിയോ സന്ദേശത്തിൽ CEO വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഈ SSLC +2 പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തുവന്നത്. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അതായത് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് സൊല്യൂഷൻസ് അല്പസമയം മുൻപ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. പോലീസും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അന്വേഷണ നടപടിയുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതിനു മുൻപും കഴിഞ്ഞ ഓണക്കാലത്തും MS സൊല്യൂഷൻസിന്റെ പേര് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നും മലപ്പുറത്തു നിന്നുൾപ്പെടെ പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തതാണെന്ന് പറയുന്നു. ഇത്തവണയും ആ സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷന്റെ മാത്രം പേര് കേൾക്കുന്നതിൽ ദുരൂഹതയുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുടെ പേര് കേൾക്കുന്നില്ല എന്നൊരു ആരോപണം കൂടെ ആ സ്ഥാപനം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോലീസും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് പറയുന്നു. ഇന്നും KSU പ്രവർത്തകർ അതിശക്തമായ ഭാഷയിൽ തന്നെ ഈ MS സൊല്യൂഷനെതിരെ രംഗത്ത് വന്നിരുന്നു. 2021 DD കോഴിക്കോട് DD MS സൊല്യൂഷനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിൽ തുടർ നടപടികളൊന്നും വിദ്യാഭ്യാസ വകുപ്പോ പോലീസോ സ്വീകരിച്ചില്ലെന്ന ഒരു ആരോപണം കൂടി KSU ഉന്നയിക്കുന്നുണ്ട്. പോലീസോ വിദ്യാഭ്യാസ വകുപ്പോ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ സമരം ശക്തമാക്കുമെന്നും KSU ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഭാഗത്ത് സമര പരിപാടികളുമായി KSU മുന്നോട്ട് പോകുന്നു, മറ്റൊരു ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് MS സൊല്യൂഷൻസ് അവരുടെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോദ്യങ്ങൾ പുറത്തുവിട്ട യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.